ഹായ്, ഈ ഒരു വ്ളോഗ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഫാദീൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബർത്ത്ഡേൻ്റെ തലേ ദിവസം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. അപ്പോൾ ഡിസംബർ 26 എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചൊരു ദിവസം ആണ് ഡിസംബർ 26. പല ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെക്കാട്ടിയും മേലെ ടെൻഷൻ അടിച്ചൊരു ദിവസം ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രക്കും കേട്ടറിഞ്ഞിട്ടുള്ളതല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എന്തോ ഒരു ഫീലായിരുന്നു അന്നത്തെ ദിവസം. അതേപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരു വുമൺ എന്ന രീതിയിൽ മകൾ, വൈഫ്, അങ്ങനെ ഓരോ കാലഘട്ടം ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വെക്കണതും മദർ എന്നൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചൊരു ദിവസം ഡിസംബർ 26 ആയതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെ ബർത്ത്ഡേ, അതിൻ്റെ കൂടെ ഞാനൊരു മദറായൊരു സന്തോഷം ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഡിസംബർ 26. അപ്പോൾ ഇതാ ഈ ബ്ലൂ കളറിലെ തീമുള്ള കുറച്ച് പ്ലേറ്റും അതേപോലെ ഗ്ലാസും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയൊരു സംഭവം വാങ്ങിച്ചിട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് മുന്നേ തന്നെ ക്രിസ്മസ് കേക്കൊക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ അതും വാങ്ങിച്ച്. അപ്പോൾ നമ്മളെ പ്രധാന ഗസ്റ്റ് എന്ന് പറയാൻ കുട്ടീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റും കുറച്ച് മിഠായിസൊക്കെ വാങ്ങിട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാനുള്ളതും കൊണ്ട് അതും കൂടി വാങ്ങിച്ചതിന് ശേഷം പിന്നെ വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിലെത്തിയ പാടെ തന്നെ ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇത് പിന്നെ മോർണിംഗിൽ ഫാദീൻ്റെ ഒരു ഫ്രണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ക്യൂട്ടായിട്ട് എഴുതി കൊണ്ട് തന്ന കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ക്യാരറ്റ് പായസം ഞാനൊരു റീല് കണ്ടിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ ആ റീല് കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടില്ല ഈ പായസം ഉണ്ടാക്കി എത്ര രസം ഉണ്ടാവുമെന്ന്. ക്യാരറ്റ് പായസം ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം നേരത്തെ തന്നെ പണി കഴിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനിന്ന് നേരത്തെ കുക്കിങ്ങിലോട്ടൊക്കെ ഇറങ്ങിയിട്ടോ. പക്ഷേ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മിഠായി സെറ്റാക്കണ പരിപാടി കേട്ടോ അടുത്തത്. ഇതേപോലെ ചെറിയ ചെറിയ ഒരു പാക്കറ്റ് പോലെ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. പിന്നെ ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ബലൂണൊക്കെ വീർപ്പിച്ച് തന്ന് ഓരോ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, എല്ലാം ഇവർ തന്നെ ചെയ്തിട്ടോ. ഭയങ്കരമായിട്ടുള്ള ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. പക്ഷേ കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ, സിമ്പിളായതുകൊണ്ട് തന്നെ. ഞാൻ ഈ ബ്ലൂ കളർ തീമിൽ ഇതുവരെ ചെയ്തിട്ടില്ല, ഒന്നെങ്കിൽ വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്തില്ല. പക്ഷേ ഈ പ്രാവശ്യം വിചാരിച്ച് ബ്ലൂ കളർ ആക്കി നോക്കിയാലോ എന്ന്. അതിൻ്റെ ഇടയിൽ ഓരോ കുട്ടീസും വന്നിട്ട് ഫാദിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളുടെ ഗിഫ്റ്റും വിലപ്പെട്ടതാട്ടോ, എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പോൾ പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രക്കും ബർത്ത്ഡേ ബ്യൂട്ടിഫുൾ ആയത് ഈ കുട്ടീസ് ഉള്ളതിനെ കൊണ്ടാട്ടോ. ഓരോ ഒച്ചപ്പാടും ആ ബഹളമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ബർത്ത്ഡേ അടിപൊളിയായത്. ഇതാ പിന്നെ ഇത് ഓൻ്റെ അമ്മൻ്റെ ഗിഫ്റ്റാണ്. ഓന് കുറേ പ്രാവശ്യമായി സൈക്കിൾ വാങ്ങി തരണം എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ അമ്മ ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് അവനക്ക് സൈക്കിൾ വാങ്ങിയിട്ടാണ് കേട്ടോ കൊടുത്തത്. പക്ഷെ അവനക്കത് ഓർമ്മയില്ല. ഈ ഒരു പ്രായത്തിൽ വാങ്ങിച്ചാൽ ഓരോ എക്സൈറ്റ്മെൻറ്റൊക്കെ കാണുള്ളൂ. എപ്പോൾ പുറത്ത് പോയാലും സൈക്കിൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കലുണ്ട് കേട്ടോ.
ഞാനാട്ടോ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് ചോദിക്കുമ്പോൾ തന്നെ ചില സാധനങ്ങൾ എല്ലാത്തിലും ഞാൻ ഇതേപോലെ യൂസ് ആക്കല്ലേ, ചില സാധനങ്ങൾ എനിക്ക് തോന്നലുണ്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. കാരണം പെട്ടെന്ന് സാധിച്ചു കൊടുക്കരുത്, ഒരാഗ്രഹിച്ച് കിട്ടുമ്പോഴേ ആ ഒരു സാധനത്തിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചത് അവൻ്റെ ബർത്ത്ഡേ ആവണ വരെ. ഒക്കെ ഭയങ്കര സന്തോഷമായി, ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് അത്രേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം.